2012 പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ വിചാരണ ചെയ്യുന്നത്. 10 പേരാണ് അന്ന് സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. മുർസിക്കൊപ്പം സർക്കാരിലെയും മുസ്ലിം ബ്രദർഹുഡിലെയും 14 പ്രമുഖ നേതാക്കളും കേസിൽ വിചാരണ നേരിടും. ജൂലൈ 3-ാം തീയതി രാജ്യത്തു നടന്ന പട്ടാള അട്ടിമറിക്ക് ശേഷം രഹസ്യകേന്ദ്രത്തിലാണ് മുർസി ഇപ്പോൾ ഉള്ളത്. അതേസമയം മുർസിക്കെതിരെ ചുമത്തിയത് വ്യാജകുറ്റങ്ങളാണെന്ന ആരോപണവുമായി നിരവധി പേർ രംഗത്തെത്തി. മുർസിക്കെതിരെ ഒരു തെളിവും ഈ സംഭവവുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേസ് വിചാരണ നടത്താൻ ഇത്രയും കാലതാമസം നേരിട്ടത്. കെട്ടിച്ചമച്ച കുറ്റങ്ങളാണ് മുർസിക്കെതിരെ ചുമത്തിയതെന്നും ഇവർ ആരോപിക്കുന്നു. لأن ما فيش حاجة اسمها تخابر مع حماس أو تخابر، لأن الأمر ده كله بيبقى تحت الأمن الوطني. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.